വാട്ട് ആർ ഈറ്റിനിടെ അപ്പം നവരാത്രി 2025 ലാസ്റ്റ് ഡേ ആൻഡ് ദശരയിൽ ഞാൻ എന്തൊക്കെ കഴിച്ചു. അപ്പോൾ തലേ ദിവസത്തെ ഖമൺ അങ്ങറ്റം പറ്റി ഇതിൻ്റെ തീരുന്നവരെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കാരണം തലേ ദിവസം അങ്ങനെ രുചി കിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ പതുക്കെ രുചി വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മസാല ചായയും ഞാൻ വീണ്ടും ഉണ്ടാക്കി. ഇതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ കിടന്ന് ഉറങ്ങി. ഉച്ചയ്ക്ക് ഡയറക്റ്റ്ലി എണീക്കുമ്പോൾ ഞാൻ ലഞ്ച് ഒന്നും കഴിച്ചില്ല. ഇവിടെ കരിക്ക് ഇരിപ്പുണ്ടായിരുന്നു, അത് പൂത്തു തുടങ്ങിയോണ്ട് മമ്മിയുടെ വായിക്കണ കേൾക്കണതിന് മുമ്പ് അത് കുടിച്ച് തീർന്നു. രാത്രി ഡിന്നറിന് വേണ്ടി മമ്മി ഇവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. മമ്മി ഉണ്ടാക്കുന്ന രീതിയിലായിട്ടുള്ള ഓണിയൻ ദോശ. പക്ഷെ അത് ഉണ്ടാക്കണ നേരം നോക്കി ഞാൻ ഇവിടെ ചിലത് ഒപ്പിക്കുന്നുണ്ടായിരുന്നു, ബിക്കോസ് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചില്ലല്ലോ. ആൻഡ് മമ്മി ഇവിടെ നല്ല അസല് ചമ്മന്തിയിലെ കൊടംപുളിയുടെ അതൊക്കെ ഉണ്ടാക്കിയ ചോറിന് ഇവിടെ ഉച്ചയ്ക്ക് കഴിച്ചിരുന്നു. അപ്പം ഞാൻ ഇവിടെ നന്നായിട്ട് അങ്ങോട്ട് പെരട്ടിയെടുത്ത് കഴിക്കുന്നുണ്ട്. എന്തൊരു ടേസ്റ്റാണ് ഇതിൻ്റെ മുമ്പിൽ, വേറെ ഒന്നും ചട്ടടാ. അപ്പം ആ നേരം നോക്കി ഓണിയൻ ദോശ റെഡി ആയിട്ടുണ്ട്, സെയിം അതേ ചമ്മന്തിയുടെ കൂടെ ആയിട്ട് ഞാൻ എൻജോയ് ചെയ്യണത്. അപ്പം ഇന്ന് മമ്മി ദേവിക്ക് പ്രസാദമായിട്ട് വെച്ചതായിരുന്നു കാജു കത്ലി. പ്രസാദമാക്കിയതിന് ശേഷം മമ്മി അതേ ബോക്സിലേക്ക് വീണ്ടും എല്ലാം പ്രസാദങ്ങളാക്കി വെച്ചിരുന്നു കേട്ടോ. എന്നാൽ എല്ലാവരും കഴിച്ച കാജു കത്ലി നിങ്ങൾക്ക് ഇഷ്ടമാണോ? അത് കഴിഞ്ഞ് ഗർഭ കളിക്കാൻ പോയപ്പോൾ അവിടെ ബ്രേക്ക് ടൈമിൽ നമുക്ക് സ്നാക്സ് ആയിട്ട് കിട്ടിയതായിരുന്നു മിക്സ് ബജിയ, അങ്ങനെ കുറെ കടലപ്പൊടിയും തിന്ന് ഗ്യാസ് ആയിട്ട് ഞാൻ പെരുത്തിട്ട് ഓടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുൾ രാത്രി നമ്മൾ ഗർഭ കണ്ടിന്യൂ ചെയ്ത് ഇവിടെ നേരം വെളുത്തു തുടങ്ങി. അപ്പോൾ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ മമ്മി ഇവിടെ ദശര എന്ന് വെച്ചാൽ വിജയദശമിയുടെ പൂജ തുടങ്ങി. കർപ്പൂരത്തിന്റെ ആർത്തി നിങ്ങൾക്ക് തന്നു, എനിക്കും തന്നു. ആൻഡ് മമ്മി ഇന്ന് പ്രസാദമായിട്ട് വച്ചേക്കാറ് നല്ല പഞ്ചസാരയൊക്കെ ഇട്ട പാടൊക്കെ നിറഞ്ഞേക്കണ ചുടുചുട ചെറുപ്പം പോലെ ദശര എന്ന് വെച്ചാൽ വിജയദശമിക്ക് ഇല്ലേ മമ്മി നാട്ടിലത്തെ രീതിയിൽ എന്നെയും ചേച്ചിയും പപ്പേനെയൊക്കെ ഇരുത്തിയിട്ട് ഇങ്ങനെ ഹരിശ്രീ ഗണപതായ നമ അവിക് നമസ്തു അതൊക്കെ എഴുതിപ്പിക്കൂട്ടോ. അപ്പോൾ എനിക്ക് മലയാളം വായിക്കാനൊക്കെ പറ്റും, പക്ഷെ എനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പം ഞാൻ ഇങ്ങനെ വിരലങ്ങോട്ട് കൊടുക്കുമ്പോൾ മമ്മി ഫുൾ എഴുതി തരുന്നതാണ്. ഈ ഒരു നിമിഷം ഞാൻ ഏത് ലോകത്താന്നേ എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് അങ്ങറ്റ ലെവലിൽ ഉറക്കം വന്നോണ്ടിരിക്കുകയായിരുന്നു. അത് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോണ്ട് മമ്മി വീണ്ടും അടുക്കളയിലോട്ട് പോകണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. എന്നെ പോലെ തന്നെ അത്യാവശ്യം എണീറ്റിരുന്ന ആളായിരുന്നു ഗൈസ്, പക്ഷെ ഇതിന് റെസ്റ്റ് ഒന്നും വേണ്ട. അപ്പം ഞാനിവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുൾ സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. മമ്മി നന്നായിട്ട് എൻജോയ് ചെയ്തു. ആൻഡ് ഇവിടെ ഞാൻ ഉത്തപ്പം മേടിച്ചിട്ടുണ്ടായിരുന്നു, ഞാനും അത് എൻജോയ് ചെയ്ത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാനിവിടെ ദഹിവട മേടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് അറിയാലോ ഇത് എത്രമാത്രം എനിക്ക് ഇഷ്ടമാണ്. വൈകുന്നേരം നമുക്ക് വിജയദശമി സ്പെഷ്യൽ ഡിന്നർ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല നല്ല ഫുഡ് ഉണ്ടായിരുന്നു, അതിനകത്ത് കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിട്ട് കഴിച്ചു. അപ്പോൾ ശരി, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ ലോങ് വീഡിയോ വേണോടെ.